إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله إن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ പ്രിയപ്പെട്ട സത്യവിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ രഹസ്യ പരസ്യ മേഖലകളിൽ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങളെല്ലാവരോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. റമദാനിൻ്റെ ആദ്യ ദിനരാത്രങ്ങൾ നമ്മിലൂടെ കടന്നു വന്നത് ഈ ഒരു അവസരത്തിൽ നമ്മളെല്ലാവരും ഓർക്കുന്നുണ്ടാകും. ഇന്നിതാ റമദാൻ അതിൻ്റെ അവസാനത്തിലേക്ക് എത്തി. വിട ചൊല്ലാൻ വെറും 4-5 ദിവസങ്ങൾ മാത്രം നമ്മുടെ മുൻപിൽ ബാക്കിയായിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞു പോയ ദിനരാത്രങ്ങളിലേക്കൊന്ന് കണ്ണോടിച്ചു നോക്കുമ്പോൾ നമ്മൾ ചെയ്ത അമലിൻ്റെ ഭാണ്ഡം കൊണ്ട് നമ്മൾ എന്ത് കരസ്ഥമാക്കി എന്നൊരു ചോദ്യം നമ്മൾ നമ്മളോട് ചോദിക്കേണ്ടതുണ്ട്. രാത്രിയുടെ അന്ത്യാമങ്ങളിൽ നമ്മൾ നമസ്കരിച്ച നമസ്കാരങ്ങളും പകലുകളിലും രാത്രി ഉറക്കമൊഴിച്ച് നമ്മൾ ഓതിയ ഖുർആനിൻ്റെ പാരായണങ്ങളും പകലുകളിൽ വ്രതമെടുത്ത് നമ്മൾ റബ്ബിലേക്ക് അടുക്കാൻ വേണ്ടി ഉദ്ദേശിച്ച് നമ്മുടെ നോമ്പും യഥാർത്ഥത്തിൽ സ്വീകാര്യമായിട്ടുള്ള രീതിയിലാണോ എന്ന് നമ്മളൊന്ന് പരിശോധിച്ച് നോക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് ഇത് പറയേണ്ടത് വന്നത് എന്ന് ചോദിച്ചാൽ, നോമ്പിൻ്റെ ലക്ഷ്യമായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എന്താണ്? കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പ് നിർബന്ധമാക്കിയിട്ടുണ്ട്. ഏതുപോലെ? കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മുമ്പുള്ള ആളുകൾക്ക് നോമ്പ് നിർബന്ധമാക്കിയതുപോലെ. എന്താണ് ആ നോമ്പ് കൊണ്ട് നിങ്ങൾക്ക് കിട്ടേണ്ടത്? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മത പാലിക്കുന്ന ആളുകളായേക്കാം. പ്രിയപ്പെട്ടവരെ, റമദാനിൻ്റെ 30 ദിവസം കൊണ്ട് നമ്മൾ അനുഷ്ഠിച്ച നോമ്പുകൾ കൊണ്ട് ജീവിതത്തിൽ തഖ്വ ഇല്ല എങ്കിൽ ആ മാസത്തിലെ ഇബാദത്തുകളെല്ലാം വ്യക്തിപരമായി നമുക്ക് എതിരായിക്കൊണ്ടാണ് വരിക എന്ന് നമ്മൾ മനസ്സിലാക്കണം. റമദാൻ കഴിഞ്ഞാലും റബ്ബ് ഹയ്യാൻ, റമദാൻ കഴിഞ്ഞാലും റബ്ബ് ഖാദിറാൻ, റമദാൻ കഴിഞ്ഞാലും റബ്ബ് അലീമാൻ, എല്ലാം അറിയുന്നവനാണ്, എല്ലാം കേൾക്കുന്നവനാണ്. അപ്പോഴും റബ്ബിൻ്റെ വിശേഷണങ്ങൾക്ക് യാതൊരു വിധത്തിലുമുള്ള കുറവ് വന്നിട്ടില്ല എന്നൊരു ബോധ്യം നമുക്കുണ്ടാകേണ്ടതുണ്ട്. ഇനി വരാനുള്ള 11 മാസത്തേക്കുള്ള തഖ്വ സ്റ്റോർ ചെയ്യലാണ് ഈ ഒരു മാസം എന്ന് നമ്മൾ മനസ്സിലാക്കണം. എത്ര പെട്ടെന്നാണ് പ്രിയപ്പെട്ടവരെ ഈ ദിവസങ്ങൾ നമ്മളിൽ നിന്ന് കടന്നുപോയത്. അതിലൊക്കെ ചിന്തിക്കുന്നുവെങ്കിൽ ദൃഷ്ടാന്തമുണ്ട്. കാരണം യുഖല്ലിബുല്ലാഹുൽ ലൈല വന്നഹാറ, അല്ലാഹു ഈ രാത്രി പകലുകളെ മാറ്റിമറിച്ചല്ലോ. ഇന്ന ഫീ ദാലിക ലഇബ്റതൻ ലിഉലിൽ അബ്സാർ, ഉറ്റാലോചിക്കുന്നവർക്ക് അതിൽ
ചിന്തിക്കാൻ മാത്രമുണ്ട്. കാരണം ഈ ദിനരാത്രങ്ങളിൽ എനിക്ക് അതിന് മാത്രമുള്ള ഇബാദത്ത് ചെയ്യാൻ സാധിച്ചോ എന്ന് അവൻ ചിന്തിക്കേണ്ടതുണ്ട്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ കാണാൻ സാധിക്കും, ഓരോ അസ്തമയത്തിൻ്റെ സമയത്തും അദ്ദേഹം വ്യസനിക്കും, പടച്ചറബ്ബ് ഇന്ന് ഞാൻ അധികരിച്ച് എന്ത് ഇബാദത്താണ് ചെയ്തത്, ഞാൻ ചെയ്ത ഇബാദത്തുകൾ റബ്ബിൽ സ്വീകരിക്കാൻ മാത്രം പര്യാപ്തമാണോ എന്ന് അദ്ദേഹം വ്യസനിക്കുമായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പുമായി ബന്ധപ്പെട്ട ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കല്ലോ, റഗിമ അൻഫൻ ലിമൻ അദ്റക റമളാനൻ വലം യുഗ്ഫർ ലഹു എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഒരു റമളാൻ മാസം അവൻ്റെ ജീവിതത്തിൽ കിട്ടിയിട്ട് അവൻ്റെ പാപങ്ങൾ പുറത്തു കിട്ടിയിട്ടില്ല എങ്കിൽ അവൻ്റെ മുഖം മണ്ണിൽ കുത്തി നശിച്ചു പോകട്ടെ എന്ന ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ പ്രാർത്ഥനയ്ക്ക് ആമീൻ പറഞ്ഞത് ലോകത്തിൻ്റെ അഷ്റഫുൽ ഖൽഖായിട്ടുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എന്നൊരു ബോധ്യം ഉണ്ടാകേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, 30ാമത്തെ റമളാനിൻ്റെ നോമ്പും കഴിഞ്ഞു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പാപമുക്തമായിട്ടുള്ള ജീവിതമായിരിക്കണം ഉണ്ടാകേണ്ടത്. നമ്മുടെ ജീവിതം കളങ്കമില്ലാത്തതായിരിക്കണം, പാപമില്ലാത്ത ജീവിതമായിരിക്കണം. അല്ല എങ്കിൽ ഈ റമളാൻ നമുക്ക് അനുകൂലമല്ല, പ്രതികൂലമായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മുൻഗാമികൾ അവർ റമളാനിനെ സ്വീകരിച്ചതും റമളാൻ അവരിൽ നിന്ന് കൊഴിഞ്ഞു പോകുമ്പോൾ അവർ വ്യസനിച്ചതും ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അവർ റമളാനിൽ നൽകിയിരുന്ന സ്വതക്കകൾ, റമളാനിൽ അവർ രാത്രി നിന്ന് നമസ്കരിച്ച നമസ്കാരങ്ങൾ എല്ലാം അവർക്ക് അനുഭൂതി നൽകുന്ന കാര്യങ്ങളായിരുന്നു. നമ്മുടെ രാത്രി നമസ്കാരങ്ങൾ നമുക്ക് അനുഭൂതി നൽകുന്നുണ്ടോ? വിശുദ്ധ ഖുർആനിൻ്റെ പാരായണങ്ങൾ നമുക്ക് ആസ്വാദനം നൽകുന്നുണ്ടോ? സ്വഹാബികളെ കുറിച്ച് അല്ലാഹ് പറയുന്നുണ്ടല്ലോ, വയുതൂന മാ ആതൗ വഖുലൂബുഹും വജില അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ. അള്ളാഹു നൽകിയ വല്ല സംഗതിയും അവർ സ്വതക്ക ചെയ്യുന്ന ഘട്ടത്തിൽ അവരുടെ ഹൃദയത്തിൽ ഒരു വിങ്ങലുണ്ടാകും, അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയമുണ്ടാകും. നമ്മൾ ചെയ്ത സ്വതക്കകളിൽ നമുക്ക് അങ്ങനെ ഒരു വജിലത്തുൽ ഖുലൂബ് ഉണ്ടായിട്ടുണ്ടോ എന്ന് പ്രിയപ്പെട്ടവരെ ഈ ഒരു അവസരത്തിൽ നമ്മൾ ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്. അതില്ല എങ്കിൽ നമുക്ക് അവസരം കഴിഞ്ഞിട്ടില്ല, ഇനി 5 ദിവസം കൂടി നമ്മുടെ മുൻപിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ റമളാൻ കൊണ്ട് ഞാൻ ആമുഖത്തിൽ പറഞ്ഞു വെച്ചതുപോലെ തഖ്വയാണ് ഏറ്റവും മാനദണ്ഡം. തഖ്വ ഇല്ല എങ്കിൽ നമ്മുടെ അമൽ സ്വാലിഹാത്ത് സ്വീകരിക്കുകയില്ല എന്ന ഒന്നാമത്തെ ബോധ്യം നമുക്കുണ്ടാകേണ്ടതുണ്ട്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മാഇദയിൽ പറയുന്നുണ്ടല്ലോ, ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങളിൽ നിന്ന് മാത്രമാണ് ഇബാദത്ത് സ്വീകരിക്കാന്നാണ് പറയുന്നത്. കാരണം റമളാൻ കൊണ്ട് ഒരു വ്യക്തിക്ക് കിട്ടേണ്ടത് തഖ്വയാണ്. അതാണ് ഞാൻ നേരത്തെ ഓതിയ ചായത്തിൽ പറഞ്ഞത്, കുത്തിബ അലൈക്കുമുസ് സിയാമു കമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. നോമ്പ് കൊണ്ട് കിട്ടേണ്ടത് തഖ്വയാണ്. ആ തഖ്വ നമ്മുടെ ജീവിതത്തിൽ ഇല്ല എങ്കിൽ നമ്മൾ മറ്റേത് ഇബാദത്ത് ചെയ്യുന്നതിലും അർത്ഥമില്ല എന്നുള്ളതാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല മാഇദയിൽ പറഞ്ഞത്, ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. അല്ലാഹു മുത്തഖീങ്ങളിൽ നിന്ന് മാത്രമാണ് ഇബാദത്ത് സ്വീകരിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ജീവിതത്തിൽ തഖ്വയില്ല എങ്കിൽ നമ്മൾ നമസ്കരിച്ച നമസ്കാരങ്ങൾ കൊണ്ടോ സ്വകാര്യതയിൽ റബ്ബിനെ ഭയപ്പെടുന്നില്ല എങ്കിൽ ഈ റമളാൻ കഴിഞ്ഞിട്ടും പഴയതുപോലെ നമ്മൾ ആകുന്നതെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ തഖ്വയില്ല എന്നാണല്ലോ അർത്ഥം. രഹസ്യ ജീവിതത്തിൽ റബ്ബിനെ ഭയപ്പെടുന്നില്ലെങ്കിൽ, പരസ്യ ജീവിതത്തിൽ താൻ തോന്നിയായിട്ടാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതെങ്കിൽ തഖ്വയില്ല എന്നുള്ളതാണ്. കാരണം അങ്ങനെയുള്ളവൻ്റെ ഇബാദത്ത് റബ്ബ് സ്വീകരിക്കുകയില്ല എന്നുള്ള. പ്രിയപ്പെട്ടവരെ, തഖ്വ കരസ്ഥമാക്കാൻ പറ്റിയ ഒരു അവസരമാണ് റമളാൻ ആയിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ അതേപോലെ തന്നെ റമളാനിൽ നമ്മൾ സമ്പാദിച്ച സമ്പാദ്യങ്ങൾ മുഴുവനും അത് നശിപ്പിച്ച് കളയുന്നവനെ പോലെ ആയിത്തീരരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു നഹ്ലിൽ ഒരു പെണ്ണിൻ്റെ ഉദാഹരണം പറയുന്നുണ്ടല്ലോ. ജാഹിലിയ കാലഘട്ടത്തിൽ ജീവിച്ച ഒരു പെണ്ണിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഒരൊറ്റ പെണ്ണിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. അവൾ രാവിലെ മുതൽ രാത്രി വരെ തൻ്റെ നൂലെടുത്തുകൊണ്ട്, തൻ്റെ കയറെടുത്തുകൊണ്ട് പിരിച്ച് കെട്ടി അവസാനം വൈകുന്നേരമാകുമ്പോൾ കെട്ടിയ കയറൊന്നാകെ പിരിച്ചു കളയുന്നൊരു പെണ്ണുണ്ടായിരുന്നു ജാഹിലിയത്തിൽ. ആ പെണ്ണിനെ ഉപമിച്ചുകൊണ്ട് സൂറത്തു നഹ്ലിൽ അല്ലാഹ് പറയുന്നുണ്ട്, ആ പെണ്ണിനെ പോലെ നിങ്ങൾ ആകരുത്. എന്താണ് അവളെ പ്രത്യേകത? വലാ തകൂനു കല്ലതി നഖദത് ഗസ്ലഹാ മിൻ ബഅദി ഖുവ്വത്തിൻ അൻഗാസ. ഉറപ്പുള്ള നൂൽ നൂറ്റതിന് ശേഷം അതിനെ പല ഇഴകളാക്കി പിരിച്ചു കളയുന്ന പെണ്ണിനെ പോലെ നിങ്ങൾ ആയിക്കളയരുത്. റമളാനിൽ നമ്മൾ ഒരുപാട് ഖുർആൻ പാരായണം ചെയ്തിട്ടുണ്ട്. റമളാനിൻ്റെ പകലുകളിൽ നമ്മൾ നോമ്പനുഷ്ഠിച്ചിട്ടുണ്ട്, രാത്രികളിൽ നിന്ന് നമസ്കരിച്ചിട്ടുണ്ട്. ഇതുകൊണ്ട് നമുക്ക് കിട്ടേണ്ടിയിരുന്നത് തഖ്വയായിരുന്നു. ആ തഖ്വ ശവ്വാൽ 1 മുതൽ കളയേണ്ട ആളുകളല്ല. നമ്മൾ മുഅ്മിനീങ്ങളാണ്, നമ്മൾ മുത്തഖീങ്ങളാണ് എന്നൊരു ബോധ്യം നമുക്കുണ്ടാകേണ്ടതുണ്ട്. അതേപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ടല്ലോ, ومن كان يعبد ومن الناس من يعبد الله على حرف
ഒരറ്റത്ത് നിന്നുകൊണ്ട് അള്ളാഹിനെ ഇബാദത്ത് ചെയ്യുന്നൊരവസ്ഥ, അതല്ല. പരിപൂർണമായും ശരിയായ രീതിയിൽ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത് തഖ്വയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഇബാദത്ത് കൊണ്ട് റബ്ബിലേക്ക് മുന്നേറാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ ലൈലത്തുൽ ഖദർ, ഒറ്റപ്പെട്ട രാവിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതീക്ഷിക്കാൻ പറഞ്ഞ ലൈലത്തുൽ ഖദർ, അത് നഷ്ടപ്പെടുത്തുന്നൊരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവരുത്. എന്താണ് അതിൻ്റെ പ്രത്യേകത? ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ, വിശുദ്ധ ഖുർആനിൽ അള്ളാഹു ഇറക്കിയത് ഈ നിർണയത്തിൻ്റെ രാത്രിയിലാണ്. വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ, ആ നിർണയത്തിൻ്റെ രാത്രി എന്താ നിനക്ക് എന്തറിയാം? ലൈലത്തുൽ ഖദ്രി ഖൈറു മിൻ അൽഫി ഷഹർ, 1000 മാസത്തേക്കാൾ ഉത്തമമാണ് ആ ഒരൊറ്റ രാത്രി എന്ന് മനസ്സിലാക്കണം. തനസ്സലുൽ മലായികത്തു വർ ഫീഹ, മലക്കുകൾ ഇറങ്ങും, റൂഹും ഇറങ്ങും. ആരാണ് ഈ റൂഹ്? അത് ജിബ്രീൽ അലൈഹിസ്സലാമിനെ കുറിച്ചാണ്. മലക്കുകളിൽ നിന്ന് പ്രത്യേകമായി കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല റൂഹ് എന്ന് പ്രയോഗിച്ചത് ആ രാത്രിയുടെ പ്രത്യേകതയാണ്. പ്രിയപ്പെട്ടവരെ, ആ രാത്രിയുടെ മറ്റു വിശേഷണം എന്താണ്? മൻ ഖാമ ലൈലത്തുൽ ഖദ്രി ഈമാനൻ വഹ്തിസാബ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി, ആ രാത്രിയിൽ ആരെങ്കിലും ഇന്ന് നമസ്കരിച്ചു കഴിഞ്ഞാൽ അവൻ്റെ മുൻകഴിഞ്ഞ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആല പുറത്തു കൊടുക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നുണ്ട്. മാത്രമല്ല സൂറത്തുൽ ദുഖാനിൽ അല്ലാഹു പറയുന്നുണ്ടല്ലോ, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു തആല ഇറക്കിയത് അനുഗ്രഹീതമായിട്ടുള്ള ആ രാത്രിയിലാണ്. ഇന്നാ കുന്നാ മുൻദിരീൻ, ഞാനാകുന്നതൊക്കെ തെരഞ്ഞെടുത്ത ആൾ. എന്നിട്ടോ ഫീഹാ യഫ്റുഖു കുല്ല അംരിൻ ഹകീം, അല്ലാഹു സുബ്ഹാനഹു തആല അതിലെല്ലാ കാര്യങ്ങളെയും അല്ലാഹു വിച്ഛേദിച്ചിട്ടുണ്ട്. അംറൻ മിൻ ഇൻദിനാ ഇൻ കുന്നാ മുർസലീൻ, അതെല്ലാം നമ്മിൽ നിന്നാണ് അതൊക്കെ നിയോഗിച്ചിട്ടുള്ളത്. അല്ലാഹുവിങ്കിൽ നിന്ന് നിയോഗിക്കപ്പെട്ട വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു തആല നിർണയിച്ചിട്ടുള്ളത് ആ രാത്രിയിലാണ്. ആ രാത്രിയെയാണ് അല്ലാഹു സുബ്ഹാനഹു തആല തെരഞ്ഞെടുത്തത് എന്ന ബോധ്യം നമുക്കുണ്ടാകേണ്ടതുണ്ട്. പ്രധാനപ്പെട്ട 4 ഇബാദത്തുകൾ നമുക്ക് ആ രാത്രിയിൽ ചെയ്യാൻ സാധിക്കുന്നതാണ്. ആ രാത്രി ഏതാണെന്ന് ഉറപ്പിച്ച് പറയാൻ നമുക്ക് സാധിക്കുകയില്ല, പക്ഷെ ഒരു രാത്രി ഉണ്ട് എന്നുള്ളത് സത്യമാണ്. എന്തായാലും നമുക്ക് സംശയമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഏത് രാത്രിയാണെന്ന് നമുക്കറിയില്ലല്ലോ. 4 പ്രധാനപ്പെട്ട ഇബാദത്ത് ആ രാത്രിയിൽ ചെയ്യാൻ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഒന്നാമത്തത് നീണ്ട് നമസ്കരിക്കുക എന്നുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ചരിത്രത്തിൽ കാണാൻ സാധിക്കുമല്ലോ, കാലിൽ നീര് വരുമാർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കുമാറുണ്ടായിരുന്നതാണ്. ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നുണ്ട്, പ്രവാചകരെ കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമായിട്ടുള്ള പാപങ്ങൾ പൊറുക്കപ്പെട്ട താങ്കൾ എന്തിനാണ് ഇതിനു മാത്രം നിന്നുകൊണ്ട് ഇനിയും നമസ്കരിക്കുന്നത്? അഫലാ അകൂനു അബ്ദൻ ശകൂറ യാ ആയിഷ, ആയിഷ ഒരു നന്ദിയുള്ള അടിമയായി തീരണ്ടേ എന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മറുപടിയാണ്. ഒന്നാമത് നമസ്കാരമാണ്. കാരണം ഹദീസിൽ പറഞ്ഞത് മൻ ഖാമ ലൈലത്തുൽ ഖദ്രി ഈമാനൻ വഹ്തിസാബ എന്നാണ് ഹദീസിൽ പ്രയോഗിച്ചത്. ആരാണോ ഈമാനോടുകൂടി അതേപോലെ തന്നെ പ്രതിഫലം കിട്ടണമെന്ന ഉദ്ദേശത്തോടു കൂടിയും ലൈലത്തുൽ ഖദ്റിന്റെ അന്ന് നിന്ന് നമസ്കരിക്കുന്നത് ഗുഫിറ ലഹു, അവൻക്ക് പുറത്തു കൊടുക്കും മാ തഖദ്ദമ മിൻ ദംബി, അവൻ ചെയ്തു പോയിട്ടുള്ള പാപങ്ങൾ എന്നുള്ളതാണ്. രണ്ടാമത്തേത് ഇഅ്തികാഫാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് പറയുന്നത്? അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, മൻ കാന ഇഅ്തകഫ മഈ, പ്രവാചകൻ പറഞ്ഞു ആരാണോ എൻ്റെ കൂടെ ഇഅ്തികാഫിരിക്കുന്നത് ഫൽയഅ്തകിഫിൽ അശ്റൽ അവാഖിർ, അവൻ എൻ്റെ കൂടെ അവസാനത്തെ 10 ഇരിക്കട്ടെ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. എല്ലാ ഭൗതിക സുഖലോലുപതകളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് അള്ളാഹുവിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ദിക്ർ ദുആ കൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കലാണ് ഇഅ്തികാഫ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അല്ലാതെ അതിൽ നിന്ന് പുറത്തിറങ്ങാൻ പാടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഇബാദത്ത് എന്നുള്ളത് അത് ദുആ ആണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ടല്ലോ, ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നുണ്ടല്ലോ, യാ റസൂലല്ലാഹ് അറഅയ്തു ഇൻ അലിംതു അയ്യ ലൈലത്തിൻ ലൈലത്തുൽ ഖദ്രി, ഏതെങ്കിലും ഒരു രാത്രിയിൽ ലൈലത്തുൽ ഖദ്ർ ആണ് എന്ന് മനസ്സിലാക്കിയാൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത് പ്രവാചകരെ? മാ അഖൂലു ഫിഹ, അന്ന് എന്താണ് ഞാൻ പറയേണ്ടത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുമ്മ ഖൂലി, ആയിഷ നീ പറയണം, അല്ലാഹുമ്മ ഇന്നക അഫുവൻ, അല്ലാഹുവേ നീ എല്ലാം പുറത്തു തരുന്നവനാണ്, തുഹിബ്ബുൽ അഫ്വ, നീ പാപങ്ങളെ പൊറുക്കാൻ ഏറെ ഇഷ്ടപ്പെടുന്നവനാണ്, ഫഅഫു അന്നി, അതുകൊണ്ട് റബ്ബേ നീ എനിക്ക് പുറത്തു തരണേ എന്ന് നീ ആയിഷ അള്ളാഹുവിനോട് നിരന്തരമായി കൊണ്ട് പ്രാർത്ഥിക്കണമെന്നാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് മുതൽ നമ്മുടെ നാവിലും ഉണ്ടാകേണ്ട പ്രാർത്ഥന അതാണ്, അല്ലാഹുമ്മ ഇന്നക അഫുവൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്ന് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. നാലാമത്തെ കാര്യം, മറ്റേത് സൽക്കർമ്മങ്ങളും ഇബാദത്താകുന്ന മറ്റേത് സൽക്കർമ്മങ്ങളും ചെയ്യാം എന്നുള്ളതാണ്. ഈ 4 കാര്യങ്ങളാണ്. കാരണം അതിനുള്ള തെളിവെന്താണ്? കാരണം പ്രവാചകൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എന്താണ്? ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ,
മറ്റു മാസത്തേക്കാൾ ഹൈറായിട്ടുള്ള മാസം എന്നാണ് അർത്ഥം. അഥവാ മറ്റു മാസത്തിൽ നമ്മൾ ചെയ്യുന്ന മറ്റേത് ഇബാദത്തിനേക്കാളും അഫ്ളലാണ് ആ രാത്രിയിൽ ചെയ്യുന്ന ഏത് ഇബാദത്തും എന്നുള്ളതാണ്. അപ്പോൾ ഏത് നല്ല കാര്യങ്ങളും ആ രാത്രിയിൽ ചെയ്തു കഴിഞ്ഞാൽ 1000 മാസത്തേക്കാൾ ഉത്തമമായിട്ടുള്ള പ്രതിഫലമാണ് നമ്മൾ ചെയ്യുന്നതെന്നൊരു ബോധ്യം നമുക്കുണ്ടാകേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, റമദാൻ നമ്മുടെ ജീവിതത്തിൽ നിന്ന് കഴിയും. പക്ഷേ ആ റമദാനിൽ അള്ളാഹു വെച്ച ഓഫർ അത് നമ്മൾ കരസ്ഥമാക്കിയിട്ടുണ്ടോ എന്ന് ചിന്തിക്കേണ്ടത് നമ്മളാണ്. റമദാൻ ഇനിയും നമ്മുടെ ജീവിതത്തിൽ വരും. പക്ഷെ ആ റമദാനിൽ സാക്ഷിയാകാൻ നമ്മളുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ് ബാക്കിയുള്ളത്. കാരണം കഴിഞ്ഞ റമദാനിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പല ആളുകളും ഈ റമദാനിൽ ഇല്ല എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു തന്ന വലിയൊരു നിഅമത്തിലൊരു നിഅമത്താണ് ഈ റമദാനിൽ സാക്ഷിയാവാൻ സാധിച്ചത് എന്നൊരു ബോധ്യം, ഒരു ആത്മവിചിന്തനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാണ് ഞാൻ ആമുഖത്തിൽ പറഞ്ഞത്, റമദാൻ നാളെ പരലോകത്ത് നമുക്ക് അനുകൂലമാണ് ആകേണ്ടത്, അല്ലാതെ പ്രതികൂലമല്ല ആകേണ്ടത്. അങ്ങനെ പ്രതികൂലമാകുന്ന അവസ്ഥയാണ് റമദാൻ നമുക്ക് നാളെ പരലോകത്ത് വരുന്നതെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ റഗിമ അൻഫുൻ, അവൻ്റെ മുഖം മണ്ണിൽ കുത്തി നാളെ നരകത്തിൽ വീയട്ടെ എന്ന ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ പ്രാർത്ഥനയ്ക്ക് നബി ആമീൻ പറഞ്ഞതിൻ്റെ ഏറ്റവും വലിയ മകുടോദാഹരണം നമ്മളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചെയ്ത എല്ലാ ഇബാദത്തുകളും റമദാനിലും അല്ലാത്തപ്പോഴും ചെയ്ത എല്ലാ ഇബാദത്തുകളും റബ്ബ് സ്വീകരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ അലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് രണ്ടാമതായും എന്നോടെന്ന പോലെ നിങ്ങളെല്ലാവരോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ചെറിയ പെരുന്നാളുമായി ബന്ധപ്പെട്ട് വളരെ ചെറിയ കുറച്ച് കാര്യങ്ങൾ പറയാൻ. ചെറിയ പെരുന്നാളുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, മുസ്ലിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു തആല ആഘോഷമാക്കിയിട്ടുള്ള 2 ആഘോഷങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്, മതപരമായിട്ടുള്ളത്. ഒന്ന് ചെറിയ പെരുന്നാളാണ്, രണ്ടാമത്തത് വലിയ പെരുന്നാളാണ്. മതപരമായിക്കൊണ്ട് ഈ 2 ആഘോഷമല്ലാതെ മൂന്നാമതൊരു ആഘോഷം വന്നാൽ നമ്മളതിനെ ബിദ്അത്ത്, അനാചാരം, തള്ളപ്പെടേണ്ടതാണെന്ന് പറയും. അതുകൊണ്ട് തന്നെ മതപരമായിക്കൊണ്ട് ഈ ആചാരത്തെ പഠിപ്പിച്ചത് കൊണ്ട് തന്നെ ചില പ്രധാനപ്പെട്ട സുന്നത്തുകളും അതിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒന്നാമത്, പെരുന്നാളുകളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് തക്ബീർ ചൊല്ലുക എന്നുള്ളത്. അള്ളാഹുവിനെ സദാ വാഴ്ത്തിക്കൊണ്ടിരിക്കുക, അല്ലാഹു അക്ബർ, അള്ളാഹു ഏറ്റവും വലിയവനാണ്. അതിങ്ങനെ ചുണ്ടുകൊണ്ടിങ്ങനെ പറയാ എന്നുള്ളതിനപ്പുറം എന്താണ് അല്ലാഹു അക്ബർ എന്നൊരു ബോധ്യം നമുക്കുണ്ടാകേണ്ടതുണ്ട്. ലക്ഷക്കണക്കിന് കോടാനുകോടി ഗാലക്സികളെ സൃഷ്ടിച്ച് പരിപാലിച്ച അധിപതിയായിട്ടുള്ള, അർശിൽ അധിപതിച്ചിരിക്കുന്ന, അവിടെ ഇസ്തിവ ആയിട്ടുള്ള റബ്ബ് ഏറ്റവും വലിയവനാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹിൻ്റെ സൃഷ്ടി വൈഭവത്തെക്കുറിച്ച് പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കുമല്ലോ. അന്ത്യനാളിൻ്റെ സമയത്ത് ഈ ലോകങ്ങളെ മുഴുവനും റബ്ബിൻ്റെ കരങ്ങളിൽ പിടിച്ചൊതുക്കുമെന്ന് അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നുണ്ട്. ഈ പ്രപഞ്ചം മുഴുവനും അള്ളാഹുവിൻ്റെ കുർസീൻ്റെ മുൻപിൽ എങ്ങനെയെന്ന് വെച്ചാൽ, ഒരു മരുഭൂമിയിൽ ഒരു മോതിരമിട്ടാൽ എങ്ങനെയായിരിക്കും ഉപമ, അതുപോലെയായിരിക്കും. ആ കുർസീൻ അള്ളാഹിൻ്റെ അർശിൻ്റെ മുൻപിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു മരുഭൂമിയിൽ ഒരു മോതിരം വെച്ചാൽ എങ്ങനെയായിരിക്കും ഉപമ, അതുപോലെയായിരിക്കും. അതിനെല്ലാം സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ജഗന്നിയന്താവായിട്ടുള്ള റബ്ബ്, ആ റബ്ബ് വലിയവനാണ് എന്നൊരു അർത്ഥമാണ് നമ്മൾ ഉണ്ടാകേണ്ടത് എന്ന് മനസ്സിലാക്കണം. അത് നമ്മൾ ഉറക്കെ പ്രഖ്യാപിക്കണം, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ സുന്നത്തുകളിൽ പെട്ടതാണ് പെരുന്നാൾ ദിവസം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറക്കെ തക്ബീർ ചൊല്ലി എന്ന് ഹദീസിൽ കാണാൻ സാധിക്കും. സ്വഹാബി വര്യൻ പറയുന്നുണ്ട്, കാന യഖ്റുജു ഫിൽ ഈദി റാഫിഅൻ സൗതഹു ബിത്തഹ്ലീലി വത്തക്ബീരി, ഉറക്കനെ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ എന്ന് ചൊല്ലിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പോവുമായിരുന്നു എന്ന് കാണാൻ സാധിക്കും. പിന്നെ അതേപോലെ തന്നെ കൂട്ടമായിക്കൊണ്ട് ഒരേ സ്വരത്തിൽ ചൊല്ലേണ്ടത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. എന്നാലാകട്ടെ ഉറക്കെ തക്ബീർ ചൊല്ലേണ്ടതുണ്ട്. എന്നാൽ ഒരു താളത്തിന് ഒരേ രീതിയിൽ വെച്ചുകൊണ്ടുള്ള ഒരു തക്ബീർ ചൊല്ലൽ നമുക്ക് നോക്കിയിട്ട് അത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട കാര്യമല്ല എന്നാണ് മനസ്സിലാക്കി. അല്ലാഹു ആലം. അതേപോലെ തന്നെ മുസല്ലയിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ പ്രത്യേകമായിട്ടുള്ള 2 റക്അത്ത് നമസ്കാരം ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ചില ആളുകളെങ്കിലും പെരുന്നാൾ നമസ്കാരത്തിന് വന്നു കഴിഞ്ഞാൽ മുസല്ലയിൽ എത്തിക്കഴിഞ്ഞാൽ 2 റക്അത്ത് നമസ്കരിക്കുന്നത് കാണാം. അങ്ങനെ ഒരു നമസ്കാരം അവിടെ ഇല്ല. കാരണം ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറയുന്നുണ്ട്, അദ്ദേഹം ഒരിക്കൽ പെരുന്നാൾ നമസ്കാരത്തിനായിട്ട് പോയപ്പോൾ പറഞ്ഞു, യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, ഇന്നഹു ലൈസ മിനസ് സുന്നത്തി അൻ യുസല്ലിയ ഖബ്ലൽ ഇമാം, ഇമാമ് നിസ്കരിക്കുന്നതിന് മുമ്പ് 2 റക്അത്ത് നിസ്കരിക്കൽ പെരുന്നാൾ നമസ്കാരത്തിൽ സുന്നത്തല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതേപോലെ തന്നെ മുസല്ലയിലേക്ക് പോകുമ്പോൾ ചെറിയ പെരുന്നാളായതുകൊണ്ട് ഭക്ഷണം കഴിക്കൽ സുന്നത്താണ് എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അത് ഒറ്റയാക്കിക്കൊണ്ട് കഴിക്കുക എന്നുള്ളത് നമുക്ക് ഹദീസിൽ കാണാൻ സാധിക്കും.
അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ലാ യഖ്ദു യൗമൽ ഫിത്രി ഹത്താ യഅകുല തംറാതി വയകുൽന വിത്ര. ഒറ്റയാക്കിക്കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കാരക്ക കഴിക്കുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഹദീസ് അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നടന്നുകൊണ്ട് വ്യത്യസ്ത വഴികളിലായിക്കൊണ്ട് സഞ്ചരിക്കുക, അത് പ്രവാചകൻ്റെ സുന്നത്താണ്. അതിൻ്റെ ഹിക്മത്ത് എന്താണെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ പറയാൻ പറ്റിയെന്ന് വരില്ല. പ്രവാചകൻ്റെ സുന്നത്ത് അതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 2 വ്യത്യസ്ത വഴികളിലൂടെയാണ് പോയതും അതേപോലെ തന്നെ തിരിച്ചു വരുമ്പോൾ വേറെ വഴികളിലൂടെയാണ് വന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അബൂ റാഫി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, കാന യഖ്റുജു ഇലൽ ഈദൈനി മാഷിയൻ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നുകൊണ്ടാണ് എവിടേക്ക് പോയത്, മുസല്ലയിലേക്ക് പോയത്. അതേപോലെ വയുസല്ലി ബിഗൈരി അദാനി വലാ ഇഖാമ, ബാങ്കും ഇക്കാമത്തും ഇല്ലാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചു. സുമ്മ യർജിഉ മാഷിയൻ ഫീ ത്വരീഖിൻ ആഖർ, പിന്നെ മറ്റൊരു വഴിയിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നുകൊണ്ട് വന്നു എന്നുള്ളതാണ്. അപ്പോൾ സുന്നത്ത് പിൻപറ്റാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ ചെയ്യുക എന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലാതെ അതിന് വിപരീതമായ ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ ആക്ഷേപിക്കപ്പെടേണ്ട കാര്യം അതല്ല, സുന്നത്തായിട്ടുള്ള കാര്യം എന്നുള്ളതാണ്. അതേപോലെ തന്നെ അവസാനമായി കൊണ്ട് പറയാനുള്ളത്, പ്രിയപ്പെട്ടവരെ, മിക്കവാറും പെരുന്നാൾ വരൽ ചിലപ്പോൾ വെള്ളിയാഴ്ച ദിവസമായിരിക്കും. കാലികമായിക്കൊണ്ട് നമ്മുടെ മുമ്പിലുള്ള ഒരു ചർച്ചയാണ് വെള്ളിയാഴ്ച ദിവസം പെരുന്നാൾ വന്നു കഴിഞ്ഞാൽ. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ജുമാ നമസ്കാരം നിർബന്ധമില്ല എന്നുള്ളതാണ്. അന്നൊരു വാദം നമ്മൾ കേൾക്കുന്നുണ്ട്. അടിസ്ഥാനപരമായിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രധാനപ്പെട്ട 3 അഭിപ്രായം ആ വിഷയത്തിലുണ്ട് എന്നുള്ളതാണ്. ആദ്യം ഇത് പറയുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കർമ്മശാസ്ത്രത്തിൽ വരുന്ന അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പിന്നിൽ നമ്മൾ മുഷ്ടി പിടിക്കാനുണ്ടെങ്കിൽ അതിനെ നമുക്ക് നേരം ഉണ്ടാവുള്ളൂ എന്നൊരു ബോധ്യം നമുക്കുണ്ടാവണം. കാരണം കർമ്മശാസ്ത്രത്തിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. നമുക്ക് ഏതാണോ ഖുർആനോട് സുന്നത്തിനോട് ബോധ്യപ്പെടുന്നത് അതനുസരിച്ച് അമല് ചെയ്യുക എന്നുള്ളതാണ്. അതിന് വിപരീതമായി ഫിഖ്ഹിയായിട്ടുള്ള മസ്അലയിൽ ഒരാൾ അമല് ചെയ്തു കഴിഞ്ഞാൽ അവൻ്റെ കയ്യിൽ തെളിവുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും അവനെ ആക്ഷേപിക്കപ്പെടേണ്ടതില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രധാനമായിക്കൊണ്ട് 3 അഭിപ്രായമാണ്. ഒന്നാമത്തെ അഭിപ്രായം എന്നുള്ളത്, പെരുന്നാൾ നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാലും അഥവാ വെള്ളിയാഴ്ച ദിവസം പെരുന്നാൾ നമസ്കാരം നിർവഹിക്കാനുണ്ടെങ്കിലും ജുമാ നമസ്കാരം വേറെ തന്നെ നമസ്കരിക്കണം എന്നുള്ളതാണ് ഒരഭിപ്രായം. അതും ഇതും ഒരു ബന്ധവുമില്ല. അത് ജുമാ ഒരു വ്യക്തികൾക്ക് നിർബന്ധമായിട്ടുള്ള ഇബാദത്താണ്, അത് ഇതായിട്ട് ബന്ധമില്ല എന്നുള്ളതാണ് ഒരു അഭിപ്രായം. അത് പ്രധാനമായിക്കൊണ്ട് ഹനഫികളും മാലിക്കി മദ്ഹബുമാണ് ആ അഭിപ്രായം പറഞ്ഞിട്ടുള്ളത്. കാരണം ആയത്ത് പറയുന്നത് എന്താണ്, യാ അയ്യുഹല്ലദീന ആമനു ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅത്തി ഫസ്ഔ, വെള്ളിയാഴ്ച ദിവസം ബാങ്ക് വിളിക്കപ്പെട്ടാൽ പള്ളിയിലേക്ക് നിങ്ങൾ വരൂ എന്നാണ് ആയത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ പെരുന്നാൾ നമസ്കാരവുമായിട്ട് ഇതിന് ബന്ധമില്ല. അത് നമസ്കരിച്ചാലും ഇല്ലെങ്കിലും ജുമുഅ സെപ്പറേറ്റ് ആയിക്കൊണ്ട് നിർബന്ധമായും നിസ്കരിക്കണം എന്നുള്ളതാണ് ഒരഭിപ്രായം. രണ്ടാമത്തെ അഭിപ്രായം എന്നുള്ളത്, ജുമുഅ നിർബന്ധമില്ല, ളുഹർ നമസ്കരിച്ചാൽ മതിയാകും എന്നുള്ളതാണ് രണ്ടാമത്തെ അഭിപ്രായം. ഇത് പ്രധാനമായിക്കൊണ്ട് പറഞ്ഞത് ഹംബലി മദ്ഹബും അതേപോലെ തന്നെ ഷാബി റഹിമഹുള്ളയാണ് ഈ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുള്ളത്. കാരണം അവിടെ പറയണത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പള്ളിയിൽ ജുമുഅ നടക്കണം, കാരണം അത് നിർബന്ധമായി നടക്കേണ്ട ബാധ്യതയാണ്. പക്ഷേ ആളുകൾക്ക് ജുമുഅക്ക് പങ്കെടുക്കണമെന്ന് നിർബന്ധമില്ല എന്നുള്ളതാണ്. കാരണം അതിന് തെളിവുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ 4-5 ഹദീസുകൾ, പ്രധാനപ്പെട്ട ഹദീസുകൾ അതിന് തെളിവുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ പ്രധാനമായിട്ട് ഇയാസ് ഇബ്നു അബി റംല റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഷഹീദ് മുആവിയൻ്റെ കൂടെ ഞാൻ എന്തായിട്ടുണ്ട്, ഇതിന് ഹാജരായിട്ടുണ്ട്, ഒരിക്കൽ പെരുന്നാൾ നമസ്കാരത്തിന് ഹാജരായിട്ടുണ്ട്. യസ്അലു സെയ്ദ് ഇബ്നു അർഖം അശഹിദ്ത മഅ റസൂലില്ലാ, അത് സെയ്ദ് ഇബ്നു അർഖമിനോട് ചോദിക്കുന്നുണ്ട്, റസൂലുള്ളാഹിൻ്റെ കൂടെ നിങ്ങൾ പെരുന്നാൾ നമസ്കാരം 2 പെരുന്നാളും ഒരു ദിവസം വന്നതിൽ നിങ്ങൾ ഹാജരായിട്ടുണ്ടോ? അഥവാ 2 പെരുന്നാൾ എന്ന് പറഞ്ഞാൽ ഏതാണ്? ഒന്ന് വെള്ളിയാഴ്ചത്തെ ജുമുഅയും അതേപോലെ തന്നെ ഈദുൽ ഫിത്റും അല്ലെങ്കിൽ ഈദുൽ അദ്ഹയും. ഇത് രണ്ടും ഒരുമിച്ച് വന്ന ദിവസം പ്രവാചകൻ്റെ കൂടെ നിങ്ങൾ ഹാജരായിട്ടുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ പറഞ്ഞു ഞാൻ അതെ ഹാജരായിട്ടുണ്ട്. അപ്പോൾ ചോദിക്കാം, അന്ന് പ്രവാചകൻ എന്താ ചെയ്തതെന്ന് വെച്ചു. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല സ്വല്ലൽ ഈദ്, പ്രവാചകൻ പെരുന്നാൾ നമസ്കരിച്ചു. സുമ്മ റഖസ ഫിൽ ജുമുഅ, പിന്നെ ജുമുഅയുടെ വിഷയത്തിൽ പ്രവാചകൻ ഇളവ് നൽകി എന്ന് കാണാൻ സാധിക്കും. എന്നിട്ട് പ്രവാചകൻ്റെ വാക്ക് പോലും ഹദീസിൽ കൊടുക്കുന്നുണ്ട്, മൻ ഷാ അൻ യുസല്ലിയ ഫൽയുസല്ലി, ആരെങ്കിലും നമസ്കരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവൻ നമസ്കരിക്കട്ടെ എന്നാണ് ഹദീസിൽ കാണാൻ സാധിക്കുന്നത്. എന്നാൽ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ ഇതേ അവസരം വന്നു. വെള്ളിയാഴ്ച ദിവസം ചെറിയ പെരുന്നാൾ വന്നു. ചെറിയ പെരുന്നാളിന് എല്ലാവരും ഹാജരായപ്പോൾ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഒരു ഗോത്രക്കാരോട് പ്രത്യേകം പറഞ്ഞു, നിങ്ങൾ നിസ്കാരം കഴിഞ്ഞാൽ നിങ്ങൾ പോയിക്കോ, ഇനി ജുമുഅക്ക് വരേണ്ടതില്ല എന്നും ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു എന്ന് നമുക്ക് ഹദീസിൽ കാണാൻ സാധിക്കും. എന്നാൽ ജുമുഅ നിർബന്ധമാണ് എന്ന് പറയുന്ന ഷാഫിഈ മദ്ഹബിലെ ആളുകൾ, അവരതിനെ ആക്ഷേപിക്കപ്പെടേണ്ട ആളുകളല്ല, അവരാണ് ഭൂരിപക്ഷമുള്ള ആളുകൾ. അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെരുന്നാളും ഇതും യാതൊരു ബന്ധമില്ല, പെരുന്നാൾ നമസ്കരിച്ചാലും
പെരുന്നാൾ ഖുതുബയിൽ പങ്കെടുത്താലും ജുമുഅ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായിട്ടുള്ള നിർബന്ധമാണ് എന്നുള്ളതാണ്. അപ്പോൾ അവൻ എന്തായാലും പങ്കെടുക്കണമെന്നാണ് അവർ പറയുന്നത്. അവർക്ക് അതിനുള്ള ന്യായമായി കൊണ്ട് പറയുന്നതും ഇതേ ഹദീസാണ്. അഥവാ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഈ ഒരു വിഭാഗത്തോട് പറയുന്നുണ്ടല്ലോ, നിങ്ങൾ വരേണ്ടതില്ല എന്നുള്ളത്. അവർ പറഞ്ഞത് അത് ബുദ്ധിമുട്ടിനെ പരിഗണിച്ചുകൊണ്ട് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അവർക്ക് ഇളവ് നൽകിയതാണെന്നുള്ളത്. കാരണം ബുദ്ധിമുട്ടുണ്ടാകുന്ന അവസരത്തിൽ ഒരു വ്യക്തിക്ക് ജുമുഅ നിർബന്ധമില്ലല്ലോ. കാരണം ജുമുഅ നിർവഹിക്കേണ്ടത് ആ നാട്ടിലുള്ള ആളുകളാണല്ലോ. അപ്പോൾ ഈ വേറെ നാട്ടിലുള്ള ആളുകൾ ഇനി ജുമുഅക്ക് ആയിക്കൊണ്ട് കഷ്ടപ്പെട്ട് ഇങ്ങോട്ടേക്ക് വരേണ്ടതില്ല എന്ന അർത്ഥത്തിലാണ് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞത് എന്നാണ് ഷാഫിഈ മദ്ഹബിലെ പണ്ഡിതന്മാർ പറയുന്നത്. ഇതിലൊക്കെ നോക്കുമ്പോൾ ഏറ്റവും പ്രബലമായിട്ടുള്ളത് ഹംബലി മദ്ഹബിലുള്ള ഈ വാദമാണ്. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പ്രത്യേകം ഇളവ് നൽകിയെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസും ഇതേപോലെ തന്നെയുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, ഈ ഇജ്തമ ഈദാനി അലാ അഹ്ദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ്റെ കാലഘട്ടത്തിൽ 2 പെരുന്നാൾ ഇതേപോലെ ഒരുമിച്ചോട് ഫസല്ലന്നാസു സുമ്മ ഖാല, അങ്ങനെ ജനങ്ങൾ നമസ്കരിച്ചു. പ്രവാചകൻ പറഞ്ഞു, ആരെങ്കിലും മൻഷാ അൻ യഅ്തിയൽ ജുമുഅ ഫലിയഅ്തി, ആരെങ്കിലും ജുമുഅക്ക് വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവർ ജുമുഅക്ക് വരട്ടെ. വമൻ ഷാ അൻ യതഖല്ലഫ് ഫലിയതഖല്ലഫ്, ആരെങ്കിലും ജുമുഅക്ക് വരേണ്ടതില്ല എന്ന് പറഞ്ഞ് വിട്ടു നിൽക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവർ വിട്ടു നിൽക്കട്ടെ. ഇബ്നു മാജ റഹ്മത്തുള്ളാഹി ഉദ്ധരിച്ച ഹദീസാണ്. അൽബാനി സ്വഹീഹായ ആക്കിയതാണ് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ആവശ്യമില്ലാത്ത വിവാദങ്ങൾ ഉണ്ടാക്കേണ്ട ഒരു കാര്യമില്ല, ഹദീസിൽ കൃത്യമായിക്കൊണ്ട് പറഞ്ഞതാണ്. പക്ഷെ എന്തായിരുന്നാലും ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ജുമുഅ നമസ്കരിക്കൽ അഫ്ളലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി ഒരാൾക്ക് അതിൻ്റെ പേരിൽ സൗകര്യമില്ല എന്ന് പറഞ്ഞ് വിട്ടു നിന്നാൽ ആ വ്യക്തിയെ ആക്ഷേപിക്കപ്പെടേണ്ടതില്ല എന്നും നമ്മൾ മനസ്സിലാക്കുക. എന്നാൽ ഒരു പള്ളിയെ സംബന്ധിച്ചിടത്തോളം പള്ളിയിൽ ജുമുഅ നടക്കണം എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കുക. ഹദാ വല്ലാഹു അലം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ കൃത്യമായി കൊണ്ട് മനസ്സിലാക്കുവാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാട്ടെ. അല്ലാഹുവേ, ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള എല്ലാ പാപങ്ങളും റഹ്മാനായ റബ്ബേ നീ പുറത്തു തരണേ അല്ലാഹ്. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് والأحياء منهم والأموات ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين اللهم يا مقلب القلوب ثبت قلوبنا على دينك ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين برحمتك يا أرحم الراحمين.